തേജസ്വി സൂര്യ എന്താ ചോദിച്ചത്? കോൺഗ്രസ് നേതാക്കളുടെ രാജ്യസ്നേഹം ഒന്ന് തെളിയിച്ചിട്ട് വരണം എന്നാണ് തേജസ്വി സൂര്യ പറഞ്ഞത്. തെളിയിക്കണോ? നെഹ്റു എത്ര ദിവസമാണ് ജയിലിൽ കിടന്നത്? 3529 ദിവസം. ഗാന്ധി ജയിലിൽ കിടന്നതോ 2338 ദിവസം. ഓരോ കോൺഗ്രസ് നേതാവിനെയും നിങ്ങൾ എടുത്തു നോക്കൂ. അവർ ജയിലഴിക്കുള്ളിൽ 6ഉം 7ഉം വർഷം തടവിന് വിധിക്കപ്പെട്ട്, കഠിന തടവിന് വിധിക്കപ്പെട്ട് കഴിഞ്ഞ മനുഷ്യരാണ് അവരിൽ പലരും. അവരിൽ പലരുടെയും ദേഹത്തേറ്റുവാങ്ങിയ മുറിവുകൾ, അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് തൂക്കുമരങ്ങളിലേക്ക് നടന്നു കയറിപ്പോയ ഭഗത് സിംഗിനെ പോലെയുള്ള മനുഷ്യർ, ഇവരൊക്കെ ചേർന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത്. അപ്പോഴുണ്ടായിരുന്നല്ലോ ഒരു ചങ്ങാതി സവർക്കർ, 4 മാപ്പും 5ാമത് ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടിയിട്ട് അവരെ പുകഴ്ത്തുന്ന സത്യവാങ്മൂലവും കൊടുത്ത് പിതൃസഹജമായ കവാടങ്ങളിലൂടെ അല്ലാതെ ധൂർത്തനായ ഈ പുത്രൻ എവിടെയാണ് കടന്നു ചെല്ലാൻ കഴിയുക എന്ന് നാണം കെട്ടും മാപ്പ് പറഞ്ഞ ചരിത്രമല്ലേ ഈ പറയുന്ന തേജസ്വി സൂര്യയുടെ രാഷ്ട്രീയത്തിന് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുള്ളൂ? അവരാണോ കോൺഗ്രസിനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരുന്നത്, കോൺഗ്രസിനെ ദേശസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്? അതുകൊണ്ട് അതെല്ലാം പൊളിഞ്ഞ് പാളീസായ കഥകളാണ് നമ്മൾ കണ്ടത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്നത്തെ ലോക്സഭയിലെ സർക്കാരിൻ്റെ പ്രകടനം അതീവ ദയനീയമായിരുന്നു. പരിഭ്രാന്തിയോടുകൂടി സർക്കാർ ഇങ്ങനെ പാഞ്ഞു നടക്കുകയായിരുന്നു. കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് പ്രയോഗിക്കുകയാണ്. ഇത് ചട്ടത്തിലില്ല, ഇത് റൂളിലില്ല, ഇത് രാജ്യസ്നേഹമല്ല. എന്നിട്ട് വീണ്ടും കിരൺ റിജ്ജു പറയുന്നു, നിങ്ങൾ സൈന്യത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. യു ആർ ഗോയിങ് ടു ബിലിറ്റിൽ ദ ഇന്ത്യൻ ആർമി. ആണോ? സൈന്യത്തെക്കുറിച്ചാണോ പറയുന്നത്? ഈ സൈന്യത്തെക്കുറിച്ച് ഈ സേനാ നായകൻ എത്രമാത്രം ബുദ്ധിമുട്ടേറിയാണ് ആ തീരുമാനമെടുത്തത്. വളരെ സ്ട്രാറ്റജിക്കലി അന്ന് അദ്ദേഹം എടുത്ത തീരുമാനമാണ് പിന്നീട് കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യാതെ പോയത്. ഈ പുസ്തകത്തിന് ഒരു ബ്ലബ് കൂടിയുണ്ട്. ആ ബ്ലബ് എഴുതിയിരിക്കുന്ന ആരെന്നറിയാമോ? VP മാലിക്കാണ്. ആരാണ് VP മാലിക്? കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ സൈന്യത്തെ നയിച്ച ധീരസേനാ നായകനാണ്. അദ്ദേഹമാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. ആ ഒറ്റ വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പുസ്തകം ഇൻഫോർമേറ്റീവാണ്, എക്സൈറ്റിംഗ് ആണ്, ഡീറ്റെയിൽഡ് ആൻഡ് കാൻഡിഡ് നേച്ചറിലാണ് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ്. അധികാരമല്ലാത്തവ വായിക്കരുത് എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി അത് നരവനയുടെ മാത്രം മറുപടിയല്ല, VP മാലിക് എന്ന സേനാ നായകൻ മറുപടി കൂടിയാണ്.